തുടർമാനമായ തോൽവികൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു എഴുന്നേറ്റമില്ല, എല്ലാവരും ചവിട്ടി തേച്ചിട്ടിരിക്കുകയാണ്. അവഗണന, അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, തുടർമാനമായ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സന്ദേശം കേൾക്കുകയും അങ്ങനെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ നേരിട്ട പരീക്ഷ അത് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷയല്ല. ഇങ്ങനെ കടന്നുപോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകമാണ്. മോട്ടിവേഷണൽ ബുക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രചോദനമൊക്കെ നൽകുന്നതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ആവേശം ജനിപ്പിക്കുന്നതാണ്. പക്ഷെ ഈ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തീർന്നതെന്ന് കരുതിയവനെയും കരപിടിച്ച് ഉയർത്താൻ കരുത്തുള്ളതാണ്. ഈ ജീവിതത്തിൽ നിരാശയും പ്രയാസവും വേദനയും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാവി ശോഭനമായിരുന്നു. പക്ഷെ അതിനകത്ത് കൃത്യമായ ഒരു കൺവിക്ഷൻ നമ്മുടെ അകത്തുണ്ടാകണം എന്ന് മാത്രമാണ്. ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം വളരെ കഷ്ടസങ്കീർണമായിരുന്നു, പ്രത്യേകിച്ച് തുടക്കകാലം. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, കൂടപ്പിറപ്പുകൾക്ക് വേണ്ട. അപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പനും അമ്മയും നല്ലൊരു വിദ്യാഭ്യാസം പോലും കൊച്ചിന് കിട്ടിയില്ല, കാട്ടിക്കിടന്ന് അറിഞ്ഞവനാണ്. പക്ഷേ ഈ ദാവീദിന്റെ ഭാവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിംഹാസനത്തിൽ വെച്ചു എന്ന് മാത്രമല്ല, ഇന്നും യഹൂദന്മാർ ഓർക്കുന്നത് അഭിമാനത്തോടെയാണ്. ലോകത്തിലെ ലീഡിംഗ് ഹോട്ടലുകളിൽ ഒന്ന് ഡേവിഡിന്റെ പേരിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പല ചരിത്ര സ്മാരകങ്ങൾക്കും പ്രധാനപ്പെട്ട പല ബിൽഡിങ്ങുകൾക്കും അവർ കൊടുത്തിരിക്കുന്നത് ദാവീദിന്റെ പേരാണ്. അവരിന്ന് ആരും ഓർക്കുന്നത് അവഗണിക്കപ്പെട്ടവനായിട്ടല്ല, മറിച്ച് അവരുടെ അഭിമാനമായിട്ടാണ്. ഏലിയാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഏലിയാവ് ജീവിതത്തിൽ സത്യം പറഞ്ഞ ജീവിതം വെറുത്തതാണ്. എനിക്ക് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചാണ്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം, നിരാശകൾ കയറാം. പക്ഷെ അവൻ ജീവിതം അവസാനിപ്പിച്ച് നല്ല എഴുതിയിരിക്കുന്നത്, മറിച്ച് അവന്റെ ജീവിതത്തിൽ പിന്നീട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് ചവിട്ടിക്കയറുകയായിരുന്നു. അപ്പം ജീവിതം അങ്ങനെയാണ്. ജോസഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. സത്യം പറഞ്ഞാൽ സഹോദരന്മാര് പിടിച്ച് പൊട്ടക്കണ്ടിട്ട കക്ഷിയാണ്. അപ്പനിൽ നിന്ന് അകന്നു പോകേണ്ടി വന്ന മനുഷ്യനാണ്. പിന്നെ മിദ്യാനിയെ കച്ചവടക്കാർക്ക് വിറ്റിട്ട് അവരിവിടുന്ന് കൊണ്ടുപോയതാണ് അടിമക്കൊച്ചനായിട്ട്. പൊത്തിഫേറിന്റെ കാരാഗൃഹത്തിൽ, പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്ന് അവിടെ പരിഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ അതിനേക്കാളും വലിയ ആഘാതം സംഭവിച്ച്, അപ്രതീക്ഷിതമായി സംഭവിച്ച് കാരാഗൃഹത്തിൽ അകപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഭാവി എന്തായിരുന്നറിയാം, ഈജിപ്റ്റ് എന്ന് പറയുന്ന മഹാസാമ്രാജ്യത്തിലെ രണ്ടാമനായിട്ട് ഉയർത്തപ്പെടാനിടയായി. അപ്പൊ അങ്ങനെ ബൈബിളിൽ തന്നെ അവഗണിക്കപ്പെട്ടവരും എഴുതിത്തള്ളപ്പെട്ടവരും ചവിട്ടിത്തേച്ചിട്ടു എന്ന് നമുക്ക് തോന്നിയവരും ഒക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണ്ട, അവഗണിക്കപ്പെടുന്നവനെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ തള്ളിയാൽ ദൈവം ഏറ്റെടുക്കും. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം. മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെയാണ് നോക്കുന്നത്, പക്ഷെ ദൈവ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയം ഇഫ് ഇറ്റ് ഈസ് സ്ട്രൈറ്റ്, അത് സ്ട്രൈറ്റ് ആണെങ്കിൽ ബാക്കി കാര്യം ദൈവം നോക്കും. ഈ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളില്ലാതാവും പലപ്പോഴും. നേരത്തെ ജോസഫിന്റെ കാര്യം പറഞ്ഞോളൂ, സഹോദരന്മാരെടുത്ത് പൊട്ടക്കെട്ടിട്ടപ്പോഴും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കാരണം അപ്രതീക്ഷിതമായ സംഭവിക്കുന്നത്. ഒരിക്കലും കൂടപ്പുറപ്പുകൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചല്ല. അങ്ങനെ ചില സമയത്ത് നമ്മുടെ വായ അടഞ്ഞു പോകാറുണ്ട്. അപ്പൊ ഈ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്രതീക്ഷിതമായി സംഭവിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. നമ്മുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാം. ജീവിതം എഴുതി തള്ളരുത്, ജീവിതം മടുക്കരുത്, ജീവിതം വെറുക്കരുത്. കാര്യം നമ്മെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ കയ്യിൽ വി ആർ സേഫ്, നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പം അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മിറക്കിൾ, അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം അതിനകത്തുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കാണാൻ നമ്മുടെ കണ്ണു തുറന്നാൽ മതി. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാം? നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളെ നടത്താൻ വേണ്ടി. യോശുവയുടെ പുസ്തകത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇസ്രായേലിനോട് യോശുവയിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. നീ പോകുന്നത് ഒരു പുതുവഴിയാണ്, ആ വഴിയിലൂടെ നീ മുമ്പേ പോയിട്ടില്ല. എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രം, എക്സ്പെക്റ്റഡ് കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പുതുവഴി കാണാൻ കഴിയുക? നമ്മളെപ്പോഴും പറയാറില്ലേ, എനിക്കൊരു ന്യൂ വേ തുറക്കണമെങ്കിൽ
അപ്രതീക്ഷിതമായ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം. അത് സ്ട്രഗിൾ ആയിരിക്കാം, അത് സന്തോഷത്തിന്റെ സമയങ്ങളായിരിക്കാം, ദുഃഖത്തിന്റെ സമയങ്ങളായിരിക്കാം, ആനന്ദത്തിന്റെ സമയങ്ങളായിരിക്കാം, വേദനയാകാം, കണ്ണീരാകാം, കരച്ചിലാകാം, ചിരിയുടെ കാലങ്ങളാകാം. പക്ഷെ എങ്ങനെയുള്ള കാലങ്ങളായാലും അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നത് പുതിയ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുവാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. എന്നറിയാം, നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, ഒരു പെർഫെക്ഷനിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചു, പശുക്കിടാവോ ആടിന്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞ് അങ്ങനെയല്ല, അതിനൊരു ഗ്രാജ്വൽ പ്രോസസ്സുണ്ട്. വീഴും, എഴുന്നേൽക്കും, വീഴും, എഴുന്നേൽക്കും. എങ്ങനെയാണെന്നറിയാം? അത് നടത്ത പഠിക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്, കഴുകൻ കൂടനക്കി തൻ്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരേണ്ടവരാണ്, നമ്മൾ ചിറകടിച്ച് വിജയ സോപാനത്തിലേക്ക് ഉയരേണ്ടവരാണ്. നമ്മൾ എന്നും ഇങ്ങനെ കിടക്കേണ്ടവരല്ല. നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിറകുകൾക്ക് കരുത്തുണ്ടാവണം, നമ്മുടെ ജീവിതത്തിനൊരു കരുത്തുണ്ടാകണം. ആ കരുത്ത് നമുക്ക് ലഭിക്കുന്നത് പ്രതിസന്ധികളിലൂടെയാണ്, ആ കരുത്ത് നമുക്ക് ലഭിക്കുന്നത് കഷ്ടതകളിലൂടെയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു മനോഹരമായ വാക്യമുള്ളത്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്നത് അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിലൂടെയാണോ? നിങ്ങൾ കടന്നു പോകുന്നത് ജീവിതത്തിലെ ദുർഘടമായ മേടുകളിലൂടെയാണോ? ജീവിതം ലീവ് ചെയ്യരുത്, ജീവിതത്തെ വെറുക്കരുത്, മടുക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കും. തൻ്റെ ഇടത്തോടെ മുമ്പോട്ട് പോകുക. We have a great and hopeful future. God bless you.